ഒന്നെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കൃഷിക്കാരൻ പാടത്ത് നെല്ല് കൊയ്ത് വെച്ചാൽ മില്ലുകാരുടെ ദയാദാക്ഷിണ്യം കാത്ത് എത്ര ദിവസമാണ് കണ്ണീരിലേക്ക് വരെ കഴിയുന്നറിയോ. എന്നിട്ട് ഇവരെല്ലാം നമ്മളെ വിളിച്ച് പാടത്തേക്ക് വിടുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ആ ബാർഗൻ ചെയ്യുക 8 കിലോ 10 കിലോ 12 14 കിലോ വരെ കുറവ് ചെയ്യണം. എന്നിട്ടാണ് ഇവർ കച്ചവടം നടത്തുന്നത്. അപ്പൊ അവരുടെ ഒരു വിഷമം അതങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ മുൻകൈ എടുത്ത് നമ്മുടെ ഗവർണർ നയപ്രഖ്യാപനത്തിൽ തന്നെ എഴുതി കൊടുത്തു. ഗവൺമെന്റ് പൊതുവിൽ തീരുമാനിച്ചു, അത് അംഗീകരിച്ച് ആദ്യത്തെ മില്ലിപ്പോ കോട്ടയത്ത് വരാനുണ്ട്. കോട്ടയത്തും പാലക്കാടും രണ്ടെണ്ണമാണ് തീരുമാനിച്ചത്. പാലക്കാട്ടെ സ്ഥലമെടുപ്പെല്ലാം കഴിഞ്ഞു. എന്നാൽ കോട്ടയത്തെ എല്ലാം പൂർത്തീകരിച്ച് DPR ആയി. ഇപ്പോൾ 10 ഏക്കർ സ്ഥലമെടുത്തു. കൃത്യമായി എൻ്റെ ഫണ്ടായി. ഇന്ന് ശിലാസ്ഥാപനം നടത്തി. അത് ജർമ്മൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാണ്. 50,000 മെട്രിക് ടൺ നെല്ല് നമുക്കവിടെ സംസ്കരിച്ചെടുക്കാൻ കഴിയുന്നു. ഇപ്പൊ നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘമായിട്ട് അത് മാറുകയാണ്. ഒരു നല്ല സാധ്യതകൾ, നമുക്ക് നല്ല ആഹാരം കഴിക്കാൻ കഴിയും. ഒപ്പം നമ്മുടെ കൃഷിക്കാർക്കാണ് ഏറ്റവും വലിയ ആശ്വാസം. 1 വർഷം കൊണ്ട് ഒരാളൊക്കെ എടുക്കുന്നത്. അപ്പൊ പിന്നെ പെട്ടെന്ന് സംശയമൊന്നും അവർ പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ തീർത്ത്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യ തീർത്തും കൂടെ കാരിദാസ് ഓർമ്മിച്ചാൽ ഏൽപ്പിച്ചത് അത് ഇങ്ങനെ നടക്കാതെ അതിപ്പം തീരുമാനമായി. ഈ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്തോടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് അഡീഷണൽ എക്സ്പെൻസ് വന്നു. പാലം തീർന്നു. അതിന് സമയം ഒരു 3 മാസം കൊണ്ട് തീർക്കാവുന്ന കാര്യവും. കർഷകരിൽ നമ്മൾ നേരിട്ട് നെല്ല് സംഭരിക്കുകയും നമ്മൾ വൻകിട ഗോഡൌൺ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് മില്ലാണ്. മില്ലിനോടൊപ്പം തന്നെ വൻകിട ഗോഡൌൺ ഇപ്പൊ തന്നെ നമ്മൾ ചിലതെല്ലാം കണ്ടുവച്ചിട്ടുണ്ട് വാടകയ്ക്ക്. അത് കൂടാതെ നമ്മൾ സ്വന്തമായി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നബാർഡ് തരും. കേരള ബാങ്കിലൂടെ 1% പലിശ നിരക്കിൽ 2 കോടി രൂപ 7 വർഷക്കാലത്തേക്കാണ് നൽകിയത്. അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല ഗോഡൌൺ ഉണ്ടാക്കാം. ആ ഗോഡൌൺ പ്രയോജനപ്പെടുത്തി നെല്ല് നന്നായി സംഭരിക്കാം. ഇത് നമ്മൾ നേരിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് പോകും. കാര്യങ്ങളുമായി സഹകരണ ബാങ്കിനെ കൂടി കാരണം സഹകരണ സംഘങ്ങൾക്കെല്ലാം ചെയ്യും. കൺസോർഷ്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആലോചിക്കാം. സംഘങ്ങൾ വഴിയാകുമ്പോൾ ആ പ്രശ്നങ്ങൾ ഭയങ്കര വിജയം. അത് എല്ലാ പ്രചരണങ്ങളും തട്ടിപ്പോയി. 9,000 കോടി ഞങ്ങൾ ലക്ഷ്യമിട്ടത് വന്നത് 23,262 കോടിയാണ്. അതാണ് ഈ മേഖലയെ ആർക്കും തകർക്കാനാവില്ലെന്ന് പറയുന്നത്. പലിശയുടെ ഒരു നേരിയ വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ആകർഷണീയത 9% വന്നു നമ്മുടെ. അപ്പോൾ ഒരു നല്ല റിസൾട്ടുണ്ട്. ഫണ്ടും